ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതാണ് ഇപ്പം ഇന്നത്തെ വിഷയം. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എന്താ കൊടുക്കുന്നത്, ഭക്ഷണമല്ലേ നമ്മൾ കൊടുക്കുന്നത്. ആ ഭക്ഷണം കൊടുക്കുന്നത് അമിതമാകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അധികം കുറച്ച് കൊടുക്കാനും പറ്റില്ല, കൂടുതൽ കൊടുക്കാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ ശരീരം പടച്ചുള്ളത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യും. വ്യായാമം നിർബന്ധമാണ് ശരീരത്തിന്. അതുപോലെ നടത്തം ഏറ്റവും നല്ലതാണ്. നടക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ്. വെള്ളമാണ് നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമുള്ളത്. ആൾക്കാരും വെള്ളം കുടിക്കില്ല. അപ്പം നമ്മൾ വെള്ളം കുറച്ച് കുടിച്ചിട്ട്, അധികമൊന്നും കുടിക്കണ്ട, കുറച്ച് വെള്ളം കുടിച്ചിട്ട് കുറച്ച് നടക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ദിവസേന നടക്കുക. നമ്മൾ നടക്കുക. പിന്നെ വേണ്ടത് നേരത്തെ എണീക്കുക. ഒരു 4 മണിക്കെങ്കിലും എണീക്കുക. എണീച്ചിട്ട് നമ്മൾ ഏതാണ് വിശ്വസിക്കുന്ന ദൈവത്തിനെ നമ്മൾ കുറച്ച് പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷായി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നടക്കുക. ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നടക്കുക നമ്മൾ. അപ്പോൾ നമ്മളെ കാലിൻ്റെ മസിൽ, നമ്മളെ ആട്ടിന് 2 മസിലുണ്ട് എന്നാണ് പറയുന്നത്. ആ ആട്ടിന് 2 മസിലുള്ളത് നമ്മളെ 2 കാലാണ്. അല്ലാണ്ട് ആട്ടിന് വേറൊരു മസിലൊന്നുമില്ല. നല്ല 2 കാലൊന്നുമില്ല. ഈ 2 കാല് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്, ആട്ടിനൊക്കെ നല്ല ഗുണം ചെയ്യും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അതാണ്. അപ്പോൾ നടത്തം ഒഴിവാക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം വേണം. അതുപോലെ തന്നെ നമുക്ക് പണം വേണം. പണം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വേണം. ഞാൻ ചെയ്യണത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലിങ്ങാണ്. ഇടനിലക്കാരെ മാറ്റി നിർത്തിയിട്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് വിൽക്കല്ല. വിറ്റോരൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. വിൽപ്പിക്കുകയാണ്. വേറെ ആൾക്കാരെ കൊണ്ട് അത് വിൽപ്പിക്കുക, കച്ചവടം. നമ്മ സ്വന്തം പ്രോഡക്റ്റ് മേടിച്ചാൽ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ പ്രോഡക്റ്റ് മേടിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അത് വിൽപ്പിക്കാൻ നോക്കുക ചെയ്യുക. വിൽപ്പിക്കുന്നവരെ ഇവിടെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പൈസ നല്ല രീതിയിൽ ആവശ്യമാണ്. അതുപോലെ ആരോഗ്യം വേണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളായിട്ട് ഇടപെടണം. അപ്പോൾ പലരും പല രീതിയിലാണല്ലോ സ്വഭാവമുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ശരീരത്തിന് വേണ്ടത് വിറ്റാമിൻസ്, മിനറൽസ്, ഇതൊക്കെ ശരീരത്തിൽ വേണം. അപ്പോൾ ഇവിടെ കുറേ കമ്പനികളുണ്ടല്ലോ. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കുറേ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മളെ മനസ്സിന് തോന്നുന്നത്, ആ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഈ വേദന വരാതിരിക്കാനാണ് കഴിക്കുക. നമ്മൾ അസുഖം വന്നിട്ട് എന്ത് ചികിത്സിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറേ പുക വലിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല മദ്യം കഴിച്ച് അങ്ങനെ വല്ല ദൂഷ്യഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതിനൊക്കെ നമ്മളെ ലിവറിന് ബാധിക്കുക. ഏറ്റവും കൂടുതൽ ബാധിക്കുക ലിവറിനാണ്. നമ്മളറിയില്ല. ദൈവം അത്രയും ഇതിനുള്ളിലാണ് ഇതൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ലിവർ മെല്ലെ അതിന് കേടുപാടുകൾ പറ്റും. പിന്നെ ലിവറിന് വളർച്ച ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലൊക്കെ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ അങ്ങനെ പോയി. ഇപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മളൊന്നും ഇപ്പോൾ കൊറോണ വന്നിട്ട് നമ്മളെ ശരീരത്തിന് കണ്ടമാനം പ്രശ്നങ്ങളാക്കിയിട്ടാണ് കൊറോണ പോയുള്ളത്.
ഞാനൊന്നും ഈ മെഡിസിനൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മെഡിസിൻ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. ഈ കൊറോണ വന്നിട്ട് ഞാൻ മെഡിസിനൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ലെവലാകാനാണ്. അപ്പോൾ അത് നമ്മൾ വേണ്ടിയത് നല്ല ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം. ഇപ്പം ഞാനിപ്പോൾ ലോകത്തെ പുരോഗമനമാണ് നമ്മൾ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് മൊബൈൽ ബൂത്ത് ഉണ്ടായിരുന്നു. ഇന്ന് ഒരു മൊബൈൽ ബൂത്തൊന്നും കാണാനില്ല, എവിടെയും കാണാനില്ല. മൊബൈലിൻ്റെ ബൂത്തൊന്നും കാണാനില്ല. ആ ഇന്ന് മൊബൈലാണ്. ഇന്ന് അത് കഴിഞ്ഞ് പിന്നെ ATM കാർഡായി, പിന്നെ അത് അങ്ങനെ പിന്നെ ഗൂഗിൾ പേ, അങ്ങനെ ഓരോ മാറ്റങ്ങളാണ്. അപ്പം മാറ്റങ്ങൾ നമ്മൾ തയ്യാറാവണം. നമ്മൾ വിജയിക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കരുത്. നമ്മൾ മാറ്റത്തിന് തയ്യാറാവണം. മാറ്റത്തിന് തയ്യാറാവുമ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മളിപ്പോൾ ഒന്ന് കറിക്ക് മത്തി വാങ്ങി കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ അത് അയിലാവും മേടിക്കുക. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ ഒരു വലിയ മീൻ മേടിക്കാനോ അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. ആ സാമ്പത്തികം ഉണ്ടാവണം എന്താ, നമ്മൾ ഈ മാറ്റത്തിന് തയ്യാറാവുമ്പോഴേ നമ്മളെ കയ്യിൽ പണം വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പണം വരില്ല. നമ്മൾ എല്ലാവരും ജോലി ചെയ്യണം. അപ്പം നമ്മളും ജോലി ചെയ്യണം. ഈ ജോലി ചെയ്താൽ ആ ജോലി ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ മുകളിലേക്കൊന്നും പോവില്ല. ഒരു ദിവസം ഒരു 30,000 റുപ്യാണ് ഒരു ദിവസം കിട്ടുക. ആ ദിവസം 30,000 മാത്രമേ കിട്ടുള്ളൂ. അതേസമയം ബിസിനസ്സിന് എന്ന് പറഞ്ഞാൽ അത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും. അതാണ് ബിസിനസ്സിൻ്റെ പവർ. അപ്പം നമ്മൾ ആരും ഏത് ബിസിനസ്സും ചെയ്യണം നമ്മൾ. അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ പാടില്ല. ഒതുങ്ങിയിരിക്കാൻ എന്താവും, നമ്മളെ ദിവസേന ഉപയോഗിക്കുന്ന കത്തി, ആ കത്തി വീട്ടിലവിടെ വെക്കേണ്ടത് തുരുമ്പിടിക്കും. ആ തുരുമ്പിടിച്ച് തുരുമ്പിടിക്കും അത്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ശരീരം. അത് ഉപയോഗിക്കാതെ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മളെ ശരീരത്തിലൊരു ഭാഗത്തേക്ക് മാറ്റിയിടും. കാലിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയിടുമ്പോൾ വെരിക്കോസായി മാറി, ആർട്ടിൻ്റെ ഭാഗത്തൊക്കെ ബ്ലോക്കായി മാറി. അങ്ങനെ വയറിൻ്റെ വൻകുടലിൽ അവിടെ മാറ്റിയിടും. അപ്പോൾ വയറിങ്ങനെ വീർത്ത് വരും. നടക്കാൻ പറ്റാണ്ടാവും. കാലിൻ്റെ മുട്ടിന് വേദന വരും. അങ്ങനെ നടക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ വന്നുകൊണ്ട് ആൾ നല്ല തടിച്ച്, അങ്ങനെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന വേസ്റ്റൊക്കെ ശരീരത്തിന് ഒരു ഭാഗത്തേക്ക് മാറ്റിയിടുന്ന ശരീരം പുറത്തേക്ക് പോവില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ദേഹം ഇളകണം, ഇളകണം. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ പറമ്പിലൊക്കെ കൊള്ളികളും കാവത്തും ചേമ്പും ഒക്കെ വെച്ചിട്ട് പണിയെടുത്തായിരുന്നു. പക്ഷെ ഇന്നത്തെ ആൾക്കാരെന്തില്ല, പുറത്തേക്ക് ഇറങ്ങില്ല. മൊബൈലാണെങ്കിൽ ആ മൊബൈൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ സീരിയലാണെങ്കിൽ ആ സീരിയൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റായിട്ട് അത് അലിഞ്ഞു കൂടി വയറ്റിൽ വൻകുടലിൽ അത് ലാസ്റ്റ് ക്യാൻസറായിട്ട് മാറും. ഇതാണ് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രോഗത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ശരീരം ഇളകണം, റെഡിക്ക് നേരത്തെ എണീക്കണം. ഒരു 8 മണിക്കെങ്കിലും റെഡിക്ക് ഉറക്കം വേണം. ഉറക്കം ഉണ്ടാവില്ല, രാത്രി ഉറങ്ങില്ല. എന്നുവെച്ചാൽ പകലും കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ പകൽ ഉറങ്ങാതെ നോക്കിയിട്ട് രാത്രി ഉറങ്ങുക. അപ്പോൾ ഉറക്കം റെഡിക്ക് വേണം. അപ്പോൾ അതുപോലെ നല്ല വെള്ളം കുടിക്കണം, നല്ല ഭക്ഷണം കഴിക്കുക. ഈ നമ്മൾ എപ്പോഴും നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ അതെല്ലാം മാറ്റി നിർത്തുക. നമ്മൾ ഈ ഉപ്പുള്ള സാധനങ്ങളൊക്കെ കുറക്കുക. ഉപ്പ് ശരീരത്തിൽ കയറിക്കപ്പം നമ്മളിപ്പോൾ ഒരു വറവ് സാധനങ്ങൾ തിന്നുമ്പോൾ നമുക്ക് പൊട്ടാസ്യം കൂടും. പൊട്ടാസ്യം കൂടുമ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ ഉപ്പ് എപ്പോഴും ഭയങ്കര ഡേഞ്ചറുള്ള സാധനമാണ്. ഉപ്പ് എത്ര കുറക്കണം അത്ര നല്ല. പ്രഷറൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, ഈ ഉപ്പുള്ള സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റുക. പിന്നെ അതും പോരാതെ നമ്മൾ ടെൻഷൻ, വേറൊന്നിൽ ആലോചന, അപ്പോൾ അതൊക്കെ നമുക്ക് പ്രഷർ കൂട്ടും. ഞാനൊക്കെ മുന്നേ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചിരുന്ന ആളാണ്. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് പ്രഷറിൻ്റെ ഗുളിക കഴിക്കാറില്ല. നമ്മൾ നിയന്ത്രിച്ച് ശരീരത്തിന്. അപ്പോൾ നമ്മൾക്ക് ശരീരത്തിന് നിയന്ത്രിക്കാനുള്ളതുള്ളൂ. പക്ഷെ നമ്മൾ ശ്രമിക്കണില്ല. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും. എന്തും നടക്കാൻ നമ്മളെ മനസ്സിലേക്ക് എന്താ കൊടുക്കുന്നു അതാണ് തിരിച്ചു കിട്ടുക.
എന്ത് മനസ്സിലേക്ക് കൊടുത്ത് നോക്ക്. 1000 പ്രാവശ്യം നിങ്ങൾ ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞു നോക്കിയേ, പക്ഷെ ലോട്ടറി അടിച്ചിരിക്കും. അതുപോലെയാണ് ഞാൻ ലോട്ടറി പറ്റിയിട്ട് പറയാനല്ല ഞാൻ പറയണത്. അപ്പം അങ്ങനെയാണ് നമ്മളെ ശരീരം, മനസ്സ്. ഈ മനസ്സിനെ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും നമുക്ക്. ഒരു മദ്യപാനി എപ്പോഴും കാണുക എന്താ, അത് ബാറാ കാണുക. അതേ സമയത്ത് ഒരു